മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകൾക്കുള്ള മഹത്വങ്ങളെ പറഞ്ഞ് അതോടൊപ്പം തന്നെ അവർക്കുള്ള നേട്ടങ്ങളെയും കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അടിമകളുടെ മഹത്വം കേട്ട അവസാനം നബിയുടെ ശിഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടിമയാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു, എനിക്ക് ഉമ്മയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അടിമയാകുവാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിച്ച ആ അടിമത്തത്തിലൂടെ കൃത്യമായി മുന്നോട്ട് പോയപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് അടിമവംശമായിരുന്നു. അവർക്ക് ഭരണാധികാരികളാകുവാനോ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനോ രാജാക്കന്മാരാകുവാനോ പോലും ഒരു തടസ്സവും ഇസ്ലാം പഠിപ്പിച്ച അടിമത്തത്തിലില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതന്മാരായി കൊണ്ട് കടന്നു വന്നവരിൽ മഹാഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളായ പണക്കാരായ സയ്യിദുമാരുടെ അഥവാ യജമാനന്മാരുടെ കീഴിൽ വളർന്നു വന്ന അടിമകളായിരുന്നു.